വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ അവസ്ഥ. കാരണം വെള്ളപൂശി വെളുപ്പിക്കാൻ നോക്കിയ 3 പേരെ ഈ ഒരാഴ്ചത്തെ ക്യാപ്റ്റന്മാരാക്കി ബിഗ് ബോസ് നിയമിച്ചു. വേറെ ആരുമല്ല, നമ്മുടെ അക്ബർ, ആര്യൻ, നെവിൻ. ഇവരോടുള്ള ഫേവറിസം തന്നെ എന്ന് പറയാം. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇവരെ പുകഴ്ത്തിക്കൊണ്ട് വരുന്നു. എപ്പിസോഡുകളിലും ഗെയിംസുകളിലും ഇവർക്ക് ഫേവർ ആയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. നെഗറ്റീവായി കിടക്കുന്ന ഇവരെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള കളികൾ ഉണ്ടെന്ന് വളരെ എവിഡന്റ് ആയിട്ട് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബിഗ് ബോസിന് സംഭവം എല്ലാം പാളിപ്പോയി. ഈ ഒരാഴ്ച 3 പേരെയും കൂടെ ക്യാപ്റ്റന്മാരാക്കിയത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരാഴ്ച 3 ക്യാപ്റ്റന്മാർ വരുന്നത്. അത് തന്നെ ബിഗ് ബോസ് ഇവരെ ഒന്ന് കയറ്റിക്കൊണ്ട് വരാനും ഇവരുടെ ഒരു എന്താ പറയുന്ന ആർമാന്തം ഈ ഒരു വീക്കിൽ കാണിച്ച് കുറച്ച് ഫണ്ണായിട്ട് എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇവർക്ക് കുറച്ച് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി ബിഗ് ബോസ് മാക്സിമം ശ്രമിച്ച് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും കൂടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ഒരു സംഭവമാണ് ഇവരെ 3 പേരെ ക്യാപ്റ്റന്മാരാക്കിയത്. ശരിക്കും ഇവർക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 3 മണ്ടന്മാർ എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയ അവസരം പേഴ്സണൽ ഗ്രഡ്ജസ് എടുക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരോടുള്ള വൈരാഗ്യം തീർക്കാനും വേണ്ടി മാത്രം തെരഞ്ഞെടുത്ത കുറച്ച് വഴികളിൽ പെട്ട് ഇവർ മൊത്തം അടപടലം 3G ആയി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആദ്യം തന്നെ ഇവർക്ക് പറ്റിയ ഒരു തെറ്റ് എന്ന് പറയുന്നത് ഇവര് 3 പേരും ഹൗസ് ക്യാപ്റ്റന്മാർ അല്ലെങ്കിൽ വീടിന്റെ ക്യാപ്റ്റന്മാരായിട്ട് വന്നതിന് ശേഷം ഇവർ 3 പേരും തന്നെ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തു എന്നതാണ് ഇവർ ആദ്യം ചെയ്ത മണ്ടത്തരം. ശരിക്കും ഫുഡ് അടിച്ചു മാറ്റാനും അതുപോലെ മറ്റുള്ളവർക്കിട്ട് പണി കൊടുക്കാനും വേണ്ടിയിട്ടാണ് അവർ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തത്. പക്ഷെ അത് ഏറ്റെടുക്കുന്നതിന് മുൻപ് അവർ ചിന്തിക്കേണ്ടിയിരുന്നു ഇവർക്ക് ആ സംഭവം ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കുമോ. കാരണം നെവിന് മാത്രമേ അതിൽ അത്യാവശ്യമെങ്കിലും കുക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ, ബാക്കിയെല്ലാം വെറുതെ ഡയലോഗടി മാത്രമേ ഉള്ളൂ. എന്നാൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായി. ഇത്രയും പേർക്ക്, അത് 20 പേർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയവർ അവിടെ ഉണ്ട്, എന്നാൽ പോലും 9 പേർക്ക് പോലും ഫുഡ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇവർക്കില്ല. ഇവർ മൊത്തം തകർന്നടിഞ്ഞു എന്ന് ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകർക്കും മനസ്സിലായി, ഇവർക്കും മനസ്സിലായി. അതിന്റെ കൂടെ ഇവർ മറ്റുള്ളവർക്കിട്ട് പണി കൊടുക്കാൻ ചെയ്തതെല്ലാം ഇവർക്ക് തിരിച്ചടിയായിട്ട് വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. സോ മൊത്തത്തിൽ നെവിനെ മുൻനിർത്തി അക്ബറും ആര്യനും കളിക്കാമെന്ന് കരുതിയെങ്കിലും ഇവരുടെ കൈവിട്ടു പോയി. ഫുഡ് സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. മറ്റുള്ളവരോടുള്ള പേഴ്സണൽ ഗ്രഡ്ജസും വൈരാഗ്യം വെച്ചിട്ട് അവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് വെസൽ ടീമിൽ ഇട്ട് കൊടുത്ത് അനിമോളെ കൊണ്ട് കഴിപ്പിക്കാനും ഷാനവാസിനെ കൊണ്ട് കഴിപ്പിക്കാനും അനാവശ്യമായിട്ടും ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാ പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി വെസലിലിട്ട് ഇവരെ കൊണ്ട് കഴിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. പല രീതിയിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാനും ഫുഡിന്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ലിമിറ്റേഷൻസും പല ഫുഡുകളും വെട്ടിക്കുറച്ച് ഇവർക്ക് തോന്നുന്ന പോലെ തോന്നിയ സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ശ്രമിച്ചു. എന്നാൽ ഇവരുടെ പിടി വിട്ടുപോയത് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുപോയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവർക്ക് 2 നേരം മാത്രമേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചുള്ളൂ. 1 നേരം ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. അതിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പലർക്കും വന്നു. അത് മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി വലിച്ചു കീറി ഇവരെ ഒട്ടിച്ചു, വലിയ വിഷയമാക്കി. രാവിലെ തന്നെ വന്ന അനീഷ്, ഷാനവാസ്, ആദില എന്നിവരെല്ലാം വന്നിട്ട് നമ്മുടെ അക്ബർ, നെവിന്, ആര്യൻ എന്നിവർക്കെതിരെ നല്ല രീതിയിൽ ഫയറിംഗ് നടത്തിയിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാനവാസ് വന്ന് നമ്മുടെ നെവിനെ വലിച്ചു കീറി ഒട്ടിച്ചു. പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേനും നൂറയും ഷാനവാസും ആദിലയും എല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ ആര്യനെയും അക്ബറിനെയും നെവിനെയും എല്ലാവരെയും കൂടി വലിച്ചു കീറി ഒട്ടിച്ചു. ഇടയിൽ നമ്മുടെ അനീഷും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഹൗസ് ക്യാപ്റ്റൻസ് എന്ന് പറയുന്ന 3 പമ്പര വെട്ടികൾ അടിപതറിപ്പോയി. കാരണം ഇവർ ഇത്രയും നാളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇവരുടെ ഒരു ഗ്യാങ് ആയിട്ട് എല്ലാവരെയും അറ്റാക്ക് ചെയ്ത്, ഇവരുടെ ഗ്യാങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നോട്ടൊരു നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഓരോ ആളുകളും ഓരോ ആഴ്ചയും ഇവരുടെ ഗ്യാങ്ങിൽ നിന്ന് പൊഴിഞ്ഞുപോയി ഇപ്പോൾ ഇവർ 3 പേര് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരുമുണ്ട്. അവരെല്ലാവരും കൂടി ഒരേ സമയത്ത് ഒന്നിച്ച് ആക്രമിക്കാൻ ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാര്യം തീർന്നു. എന്നാൽ പോലും ഇവർക്കെതിരെ പറയേണ്ട അവസരങ്ങളിൽ ഒന്നൊന്നായിട്ട് വന്ന് അടിക്കുന്ന ഓരോ സമയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ പല രീതിയിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയും കണ്ടു. ഈ ഒരാഴ്ച എന്ന് പറയുന്നത് ഇവരുടെ പതനം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ബിഗ് ബോസ് ഇവരെ പോസിറ്റീവാക്കി കൊണ്ടുവരാൻ വേണ്ടി ക്യാപ്റ്റന്മാരാക്കിയും ഗെയിംസുകളിലും ടാസ്കുകളിലും ഇവർക്ക് ഫേവറിസം കാണിച്ചും വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇവർക്ക് കുറച്ച് എന്താ പറയുന്ന ഗുമ്മ് കൊടുത്ത് ഇവരെ കുറച്ച് പോസിറ്റീവ് സൈഡ് ആക്കി ഇവർക്ക് കുറച്ച് സ്പേസ് കൊടുത്ത് ഇവരെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിച്ചു കൊണ്ടുവന്ന ബിഗ് ബോസിനാണ് ഇതിപ്പം വൻ തിരിച്ചടിയായിട്ട് കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് എത്രത്തോളം കയറ്റിക്കൊണ്ടു വന്നോ അത്രത്തോളം ഇവര് നെഗറ്റീവായിട്ട് അധംപതിച്ചു പോയി എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നെവിനാണെന്നുണ്ടെങ്കിൽ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അനുമോളുമായിട്ട് നടന്ന ആ ഒരു ഇഷ്യൂവും അനുമോളുടെ ആ ഒരു പ്രൊവോക്കിങ്ങിലും നെവിൻ അനാവശ്യമായി പോയി ആ ഒരു പ്രൊവോക്കിങ്ങിൽ വീണ അനുമോളുടെ ഒരു നാടകത്തിൽ പോയി ചാടിക്കൊടുത്ത് പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കാൻ നെവിനും പറ്റി. നെവിനാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടൊക്കെ എല്ലാവരെയും പോയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്, ഹരാസ്മെന്റ് ചെയ്യുന്നുണ്ട്,
ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നെവിന് തിരിച്ചടിയാകാൻ പോകുന്നതേ ഉള്ളൂ. ഈ വീക്കെൻഡ് മിക്കവാറും ലാലേട്ടന്റെ കയ്യിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ മിക്കവാറും പുറത്തേക്ക് പോകാനുള്ള സകല സാധ്യതകളും നെവിന് കാണുന്നുണ്ട്. അതുപോലെ ആരിനാണെങ്കിലും അക്ബർ ആണെന്നുണ്ടെങ്കിലും ഒരു ടോപ്പ് ഫൈവിലേക്കുള്ള സാധ്യതകളാണ് ഈ ഒരു ക്യാപ്റ്റൻസി വഴി അവർ നശിപ്പിച്ചിരിക്കുന്നത്. മാന്യമായിട്ട് മര്യാദയ്ക്ക് ഇവരുടെ ഡ്യൂട്ടികൾ പ്രോപ്പറായിട്ട് ചെയ്തിരുന്നെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിന് പണി കൊടുക്കാൻ ഇവർക്ക് നല്ല മാർഗങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തപ്പോൾ ഇവരുടെ ആ ഒരു ഫൺ എലമെന്റ്സ് ഒക്കെ കണ്ടു. മറ്റുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനൊക്കെ പണി കൊടുക്കുന്ന കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഫൺ ഉണ്ടാകും, നല്ല ഈ ഒരു വീക്ക് മൊത്തത്തിൽ തീപ്പൊരിയായിട്ട് നിൽക്കുമെന്നൊക്കെ. ബട്ട് ഇവരുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇവരെ കൊണ്ട് വാചകടിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇവർക്കൊരു കഴിവുമില്ല. മറ്റുള്ളവരുടെ കഴിവുകൾ ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ടും മറ്റുള്ളവരെ അടിച്ചമർത്തി നിന്ന് ഇവർക്ക് സ്വന്തം ഡ്യൂട്ടികളിൽ വീഴ്ച വന്നതോടുകൂടി ഇവരുടെ മൊത്തം കാര്യങ്ങളും പൊളിഞ്ഞു. മറ്റുള്ളവരെല്ലാം ഇവർക്കെതിരെ വരികയും ഇവർ ചെയ്തു കൂട്ടിയതെല്ലാം ഇവർക്ക് തിരിച്ചടികളായിട്ടും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും വരികയുണ്ടായി. ഇന്നലെ രാത്രി പോലും പണിയെടുക്കാത്തവർക്ക് അല്ലെങ്കിൽ ഹൗസ് ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഫുഡ് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു നാടകം നടത്തിയൊക്കെ നോക്കി. പക്ഷെ അത് ഇവർക്ക് തിരിച്ചടിയായി. ആർക്കും ഫുഡ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആർക്കും ഫുഡ് കൊടുക്കാത്ത ക്യാപ്റ്റന്മാർ എന്ന ലേബൽ കൂടി ഇവർക്ക് എല്ലാവരും കൂടി ചാർത്തി കൊടുത്തു. ഒരു മനുഷ്യത്വമില്ലാത്ത 3 ക്യാപ്റ്റന്മാർ എന്ന ലേബലായി ഇവർ മാറിക്കഴിഞ്ഞു. ഇവരുടെ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്തിരുന്നു എങ്കിൽ ആ ഒരു ആക്ട് നല്ല രീതിയിൽ വരികയും അത് ഇവർക്ക് പോസിറ്റീവായി വരികയും ചെയ്തേനെ. ഇവര് തൊട്ട് തലേ ദിവസം ആർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാതെ, ഫുഡ് പോലും ആർക്കും കഴിക്കാനില്ലാതെ ഇവര് രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കും ഉച്ചക്കത്തെ ഫുഡ് രാത്രിയിലും ഒക്കെയാണ് കൊടുത്തത്. അത് തന്നെ വലിയ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ ഇവർ അങ്ങനെ ഒരു റൂൾസ് ഒന്നും കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഒരു ദിവസവും കൂടെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ബട്ട് ഇവരുടെ സൈഡിലെ മിസ്റ്റേക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ മണ്ടത്തരം കാണിച്ച് ഇവർക്ക് വേണ്ട അടികളല്ല ഇവർ കാശ് കൊടുത്ത് വാങ്ങുന്നു എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ആര്യൻ, അക്ബർ, നെവിൻ എന്നിവരെ ബിഗ് ബോസ് പോസിറ്റീവ് ആക്കി മുന്നോട്ട് കയറ്റിക്കൊണ്ടുവരാൻ എത്ര ശ്രമിച്ചോ അത്രയും നെഗറ്റീവായിട്ട് ഇവരിപ്പോൾ മാറിയിട്ടുണ്ട്. പ്രേക്ഷക സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള വെറുപ്പുകൾ സമ്പാദിച്ചു തുടങ്ങി. ഇനി ബിഗ് ബോസ് എന്ത് ചെയ്യുമെന്നാണ് എനിക്ക് കാണേണ്ടത്. എങ്ങനെ ഇവരെ പോസിറ്റീവായി മുന്നിലേക്ക് കയറ്റിക്കൊണ്ടുവരും. മാക്സിമം ഒരാളെ ഇവർക്ക് ടിക്കറ്റ് ടു ഫിനാലയിൽ മാക്സിമം ഫേവറിസം കാണിച്ച് ഒരാളെ ടിക്കറ്റ് ടു ഫിനാലെ നേടിയെടുത്ത് അവരെ ടോപ്പ് ഫൈവിനുള്ളിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കും. ബാക്കി രണ്ടുപേരെ ബിഗ് ബോസിന് ഒഴിവാക്കുക തന്നെ വേണ്ടി വരും. നെവിനെ അവർക്ക് കളയാതെ വേറെ വഴിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. എന്നാൽ മാത്രമേ അക്ബറിനെയെങ്കിലും ഇവർക്ക് സേവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആര്യനെ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിക്കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളും അവർ കണ്ടെത്തും. ഇതൊന്നും സാധിക്കാതെ നൂറ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്ലാനുകളെല്ലാം മൊത്തത്തിൽ പാളും എന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് എന്തിന് ശ്രമിച്ചോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയുക. ആര്യൻ, അക്ബർ, നെവിൻ എന്നിവരുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ ക്യാപ്റ്റൻ ആയത് മുതലുള്ള ആക്ടിവിറ്റീസ് എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ പ്രകടനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അവർ ഈ ചെയ്ത് കാണിക്കുന്നതിനോടൊക്കെ നിങ്ങൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. എന്താണെങ്കിലും എന്റെ ഒരു പേഴ്സണലി അഭിപ്രായത്തിൽ മൊത്തം ഇവർക്ക് നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. ബിഗ് ബോസ് ചെയ്ത ഫേവറിസം എല്ലാം വേസ്റ്റ് ആയി പോയിരിക്കുകയാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസ് ചെയ്തു കൊടുത്ത ഫേവറിസവും കാണിച്ചു കൂട്ടിയ സംഭവങ്ങളെല്ലാം ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് ഈ മണ്ടന്മാർ ഇവർക്കുള്ള കുഴി ഇവർ തന്നെ വെട്ടി എന്നുള്ള അവസ്ഥയിലാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.